ജിത്തു മാധവൻ തിരക്കഥ ഒരുക്കി ചിദംബരം സംവിധാനം ചെയ്ത് റിലീസായിട്ടുള്ള ബാലൻ ഒരിക്കൽ കൂടി തിയേറ്ററിൽ പോയി കണ്ടു. ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. സ്വാഭാവികമായും ഇതിനകത്ത് ഒരുപാട് സ്പോയിലർ എലമെൻറ്റുകൾ വരും. അങ്ങനെയാണല്ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്പോയിലറും ഇല്ലാതെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ സിനിമ കണ്ടിട്ടില്ലാത്ത ആൾ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. കാരണം ആ സിനിമ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ സ്പോയിലർ ഞാൻ പറയുന്നത്, ഞാൻ ഒരു പ്രാവശ്യം കണ്ട് രണ്ടാമത് കാണുമ്പോഴും എനിക്ക് അതിലെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ മുഴുവൻ കഥ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ അതിലൊന്നുമില്ല, അതിൽ മെയിൻ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ളതിനേക്കാളും കാണാനുള്ള സിനിമയുണ്ടത്. പക്ഷേ നിങ്ങളത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യൂ. അതിനുശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. സിനിമ കണ്ടിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ എനിക്ക് കുറച്ച് ആൾക്കാർ ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളൊക്കെയും ഇതൊരു അമ്മ മകൻ സ്നേഹത്തിൻ്റെ കഥയാണ്. ഒരു മാതൃത്വത്തിൻ്റെ ശക്തി എന്താണ്, മകൻ എല്ലാ കാലവും അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ എത്തും എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഈ സിനിമയെ നോക്കി കാണുന്നുണ്ട്. ആ രീതിയിലൊരു പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക കൂടിയാണ് നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. ആദ്യമേ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങ് പറഞ്ഞേക്കാം. ടൊവിനോ തോമസിൻ്റെ കഥാപാത്രത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അയാളുടെ കയ്യിൽ ബാലൻ എന്തോ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അത് താക്കോലാണോ രക്ഷപ്പെടാനുള്ളത് എന്ന് പറയുന്ന ചോദ്യമാണ്. അതെ, ജീൻ പോൾ ലാലിൻ്റെ പവിത്രൻ എന്ന് പറയുന്ന പോലീസുകാരൻ കഥാപാത്രമാണ് ഇയാളുടെ കയ്യിൽ വിലങ്ങണിയിക്കുന്നത്. അതിനുശേഷം അയാളുടെ വലത്തെ സൈഡിലെ പോക്കറ്റിനകത്താണ് ആ കീ അയാളിടുന്നത്. പുറകിൽ നിൽക്കുകയായിരുന്ന ബാലൻ ഓടി വന്ന് ആ പോക്കറ്റിൻ്റെ അവിടെ തട്ടിയിട്ട്, പോക്കറ്റ് അടിക്കാരുടെ മെയിൻ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദേഹത്ത് തട്ടുകയോ അല്ലെങ്കിൽ ഉന്തുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബോഡി സൈഡിൽ കൂടി ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കും. ആ സമയത്ത് അവരവരുടെ പണി ചെയ്യും. അങ്ങനെ അവൻ താക്കോല് പോക്കറ്റ് അടിക്കുകയും അത് ടൊവിനോയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അബ്ബ എന്ന് പറയുന്നത് അവനെ അത്രയും കാലം പോറ്റിയിട്ടുള്ള ആളാണ്. അതിനകത്ത് എന്തൊക്കെ ദുരുദ്ദേശങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അബ്ബ അത്രയും നാളും അയാളെ നോക്കിയിട്ടുള്ള ആളാണ്. അവൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ആ കാര്യം അത് പൂർത്തീകരിക്കാനാണ് വന്നതെന്ന് അവൻ തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ അബ്ബ അങ്ങനെ ജയിലിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല അയാളുടെ ഒരു സ്കില്ല് വെച്ച് അയാൾ പുട്ടുപോലെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. ആ വിലം കഴിക്കാനുള്ളൊരു വഴി മാത്രം കൊടുത്താൽ മതി എന്നുള്ള ധാരണയുള്ളതുകൊണ്ട്. കാര്യം ഇവർ ഒരുമിച്ച് ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. പൂട്ട് പൊളിക്കുന്നതും മോഷണവും ലഹരി മരുന്ന് വിൽപ്പനയും പിന്നെ വലിയ വലിയ ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ഡീലിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ബാലനും അബ്ബയും അവിടം വരെ എത്തിയിട്ടുള്ളത്. സോ അബ്ബ രക്ഷപ്പെടുമെന്ന് അവനറിയാം. അവൻ താക്കോല് കൊണ്ടുപോയി അബ്ബയുടെ കൈ കൊടുക്കുന്നു. സോ ആ സംശയം നമുക്ക് അവിടെ വെച്ച് തീർക്കാം. രണ്ടാമത്തെ ഒരു സംശയവും കൂടിയുണ്ട്. ഈ സിനിമയിൽ ബാലൻ്റെ അമ്മ കഥാപാത്രം അവിടെ ആ ഭ്രാന്തിയെ നിർത്തിയിട്ട് രക്ഷപ്പെട്ടു പോയി എന്നാണല്ലോ പറയുന്നത്. എന്നാൽ പിന്നെ ആ രക്ഷപ്പെട്ടു പോകുന്ന വഴിക്ക് ബാലനെയും കൂടി കൂട്ടിയിട്ട് അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ലായിരുന്നോ എന്നുള്ള ചോദ്യമാണ്. അതിൽ പോലീസുകാരൻ അന്വേഷിച്ച് ചെല്ലും, അതായത് ജീൻ പോൾ ലാലിൻ്റെ പവിത്രൻ ആ വീട്ടിലേക്ക് അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് മറ്റൊരു പോലീസുകാരൻ പറയുന്നുണ്ട്, എടോ ഇവിടെ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയുടെ ഡ്രസ്സോ മറ്റു കാര്യങ്ങളൊക്കെ കാണണ്ടേ, അങ്ങനെ ഒന്നും ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സോ ബാലൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്ന സകലമാന കാര്യങ്ങളും, കുട്ടിയുടെ വസ്ത്രങ്ങളും അവൻ്റെ എന്തെങ്കിലുമൊക്കെ അവൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വാരി കെട്ടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. സോ അവരുടെ കയ്യിൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്രയും ബാഗും കാര്യങ്ങളുമായിട്ട് ഈ കുട്ടി നിൽക്കുന്നിടത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് അങ്ങോട്ടേക്ക് നമ്മൾ കാണുന്നത് ഒരു വഴിയാണ്. പോലീസുകാരുണ്ട്, നാട്ടുകാർ ഓടിക്കൊടുന്നു. അപ്പോൾ അവിടെ അവർക്ക് കണ്ടുപരിചയമില്ലാത്തൊരു സ്ത്രീ കയ്യിലൊരു 2 ബാഗുമായിട്ട് പോകുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ കഥാപാത്രം എന്ന് പറയുന്നത് അവർ അതിഭീകരമാവിധം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓരോ ചാൻസസും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു പണിയെക്കുറിച്ച് അവർ ബോധവതിയായിരിക്കും. അവർ ആ വഴി ഉപയോഗിക്കില്ല. കുട്ടിയും കൂട്ടി ആ വഴി പോകുന്നത് കണ്ടു എന്ന് ഏതെങ്കിലും ഒരു നാട്ടുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് നേരെ അന്വേഷണം വരും, പോലീസുകാർ ട്രേസ് ചെയ്തെത്തിയേക്കാം. സോ അവർ മറ്റൊരു വഴിയായിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. പോകുന്നതിന് മുമ്പ് കുട്ടിയുടെ ഇതായിട്ടുള്ള സകലമാന കാര്യങ്ങളും അവർ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ കുട്ടിയുടെ ഡ്രസ്സ് ആരാണ് ബാഗിൽ ഊരി മാറ്റി വെച്ചത്, അത് കുട്ടി തന്നെയാണോ ചെയ്തത്, അത് എന്തിനാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ സിനിമ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ആ സംശയം ചോദിച്ചിട്ടുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. കാരണം ഈ കുട്ടി ജനിച്ചത് മിക്കവാറും ജയിലിലായിരിക്കാം. കാരണം ആ സ്ത്രീ പറയുന്ന കഥ വിശ്വസിക്കാമെങ്കിൽ ഗർഭിണിയായ അവസ്ഥയിലാണ് അവർ ജയിലിലേക്ക് വരുന്നത്. അവിടെ വെച്ചാണ് അവർ കുഞ്ഞിന് ജന്മം നൽകുന്നത്. കുട്ടിയെ അതുകൊണ്ട് അമ്മയുടെ കൂടെ നിർത്താനുള്ള പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെ നിർത്തിയിരുന്ന കാലം അത്രയും അമ്മ ഇവന് കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും പുറത്തിറങ്ങിയിട്ട് എങ്ങനെ സർവൈവ് ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും. അതിൽ പല ഘട്ടങ്ങളിലായിട്ട് അവർ കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കഥയൊന്നും ആരോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, പ്രത്യേകിച്ച് പോലീസുകാരോട് എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. സോ പോലീസുകാർ കൂടുക, നാട്ടുകാർ കൂടുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി വിട്ടുകൊടുക്കരുത് എന്നുള്ളതുകൊണ്ട് ഉറപ്പായും അമ്മ അവനെ ഉപദേശിച്ചിട്ടുണ്ടാവും. നീ ആരാണ് എന്താണെന്ന് തെളിയിക്കുന്ന ഒരു സാധനവും ഇല്ലാത്ത രീതിയിൽ വേണം അതിനെ ഡീൽ ചെയ്യാമെന്ന്. അങ്ങനെ ജട്ടിപ്പുറത്ത് നിൽക്കാനായിരിക്കും അവൻ ഐഡിയ ഉപദേശിച്ച് കൊടുത്തിട്ടുണ്ടാവും. അവനത് ചെയ്തു. പിന്നെ ജനിച്ച കാലം മുതലേ ഈ കള്ളത്തരങ്ങളും സർവൈവ് ചെയ്യാനുള്ള ടെക്നിക്കുകളും കണ്ടു വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവനത് ചെയ്യും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈവൻ ബാലന് പോലും അവൻ്റെ അമ്മയുടെ യഥാർത്ഥ കഥ എന്താണ് എന്ന് യാതൊരു ധാരണ ഉണ്ടാവില്ല. അവർ പറഞ്ഞു കൊടുക്കുന്ന റാൻഡം കഥകൾ, ആ കഥകളിലെ കഥാപാത്രമായി പോകുമ്പോഴുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഇതൊക്കെയാണ് ഈ കുഞ്ഞ് കണ്ടെത്തുന്നത്. ഈവൻ നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സീക്വൻസ് നോക്കുകയാണെങ്കിൽ ആ ജയിൽ
വാർഡനായിട്ടുള്ള ആൾ ഒരു NGOയുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഷംനാത്തയുടെ ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്. ഈ 2 പേപ്പേഴ്സും ബാലൻ്റെ കൈ കൊടുത്തിട്ട് അമ്മ ചുമ്മാ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നേ ഉള്ളൂ. അവനത് കൊണ്ട് വേസ്റ്റിലിട്ടു. അവനത് അറിയാം, അവനത് പഠിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ അവൻ ട്രെയിൻഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി പ്രധാന കാര്യത്തിലേക്ക്, അമ്മയുടെയും മകൻ്റെയും കഥ പറയുന്ന സിനിമയാണിത്. യെസ്, ഒരമ്മയുടെയും മകൻ്റെയും കഥ പറയുന്ന സിനിമ തന്നെയാണിത്. ആ മകൻ അവരുടെ തന്നെയാണ്, അല്ലാതെ അവരെ ജയിലിൽ ആ കുട്ടിയെ കൂടെ നിർത്താനുള്ള പ്രൊവിഷനൊന്നുമില്ല. സോ അമ്മയും മോനും തന്നെയാണ്. ആ അമ്മയും മകനും രണ്ടാമത് ചേരുന്ന നിമിഷം കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി എന്നും പറയുന്ന ആളുകളെ കണ്ടു. പക്ഷേ ആ പെർട്ടിക്കുലർ സീൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, ഈ സിനിമയിലെ തന്നെ താക്കോൽ കണ്ടോ എന്ന് പറഞ്ഞ് താക്കോൽ അന്വേഷിച്ച് പോകുന്നൊരു തവളയുടെ കഥ പറയുന്നൊരു പാട്ട് പോകുന്നുണ്ട്. ആ പാട്ടിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താക്കോൽ കാണാനില്ല, ആ താക്കോൽ അന്വേഷിച്ച് തവള ചെന്ന് പെടുന്നത് താക്കോലിൻ്റെ രൂപത്തിലുള്ളൊരു നീർക്കോലിയുടെ മുന്നിലാണ്. എന്താണ് കാര്യം? ആ നീർക്കോലി എന്ന് പറയുന്നത് ഇയാളെ ട്രാപ്പ് ചെയ്യുന്ന ആളാണ്. ഇവൻ അവസാനിക്കുകയാണ് അവിടെ. ഇതിനകത്ത് ബാലൻ അവൻ്റെ കുട്ടിക്കാലത്ത് അവിടെ ഓടി രക്ഷപ്പെട്ടു. പിന്നെ അവൻ അന്വേഷിക്കുന്നത് അമ്മയാണ്. അമ്മയെ അന്വേഷിച്ച് അവൻ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും അവൻ അമ്മയുടെ അടുത്ത് എത്തിയല്ലോ, സന്തോഷമായല്ലോ. പക്ഷേ അവൻ ചെന്ന് കയറി കൊടുക്കുന്നത് അവനെ സ്നേഹിച്ചൊരു അമ്മയുടെ അടുത്തല്ല. അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, തൻ്റെ മകനെക്കുറിച്ച് ചിന്തിക്കാത്ത, അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാത്ത, അവൻ ഈ ലോകത്തെ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് ചിന്തിക്കാത്ത ഒരു സ്ത്രീയുടെ അടുത്താണ്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ആ പാട്ട് കേട്ട് നോക്കണം. നിളാരാജ് ആലപിച്ചിട്ടുള്ള പാട്ടാണ് താക്കോൽ എന്ന് പറയുന്ന ട്രാക്ക്. ചുമ്മാ ഹെഡ്ഫോൺ വെച്ചിട്ട് ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെ കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സിനിമയുടെ കോൺസെപ്റ്റ് കിട്ടും. ഇവിടെ മകന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അമ്മയല്ല നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വന്തം മകൻ അവനൊരു 5 or 6 വയസ്സുള്ള സമയത്ത് അവനെ കാണാണ്ടായി, പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാട്ടുകാർ കൊണ്ടുപോയിട്ടുണ്ടാവാം, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. ആ കുഞ്ഞിനെ അന്വേഷിച്ച് അമ്മ പോവുകയല്ല ചെയ്തത്, അമ്മ വെയിറ്റ് ചെയ്യാണ് ചെയ്തത്. കാര്യം അമ്മയ്ക്കറിയാം അവൻ ഏത് വഴിക്ക് പോയാലും അവസാനം അന്വേഷിച്ച് എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന്. ഈ സിനിമയിലെ മെയിൻ വില്ലനായിട്ട് നമ്മൾ കാണുന്ന പവിത്രൻ എന്ന് പറയുന്ന കഥാപാത്രം, അയാളുടെ അടുത്ത് ഈ കുട്ടി ചെല്ലുന്ന സമയത്ത്, കുറച്ച് പ്രായത്തിന് ശേഷം കൗമാര പ്രായത്തിൽ എത്തി നിൽക്കുന്ന ബാലൻ ചെല്ലുന്ന സമയത്ത്, വെള്ളം എടുക്കാൻ പോയി അവൻ ഓടിപ്പോയി എന്ന് പറയുമ്പോൾ അവൻ ഓടിച്ചിട്ട് പിടിച്ചേ എന്ന് പറഞ്ഞ് പവിത്രന് യാതൊരു ടെൻഷനും ഇല്ല. കാരണം അവൻ എവിടെ പോയാലും അവൻ്റെ അമ്മയെ അന്വേഷിച്ചാണ് വരുന്നതെങ്കിൽ അവൻ എൻ്റെ അടുത്ത് തന്നെ വരണം എന്ന ബോധ്യം അയാൾക്കുണ്ട്. കാരണം അയാൾ ഒരുക്കി വെച്ചിരിക്കുന്ന ട്രാപ്പ് അവന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അതേപോലെ സ്നേഹമെന്ന് പറയുന്ന ഒരു ട്രാപ്പ് അവനൊരിക്കലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമ്മ മകനോടുള്ള സ്നേഹം കൊണ്ട് അവിടെ കാത്തിരിക്കുകയായിരുന്നു എന്ന്? അങ്ങനെ സ്നേഹമുള്ളൊരമ്മ അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കില്ലേ? ഇപ്പോൾ ഈ നശിച്ച ലോകത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരോട്ടത്തിലായിരുന്നു ആ സ്ത്രീ. ആ പാവം സ്ത്രീയുടെ കണ്ണുനീർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് എഴുത്തുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജയിലിൽ കിടന്ന അത്രയും കാലം അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം വളരെ എമ്പത്തറ്റിക്കായി ചിന്തിക്കുന്നത്, അതായത് നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്ന ഒരാൾക്ക് ദോഷം വരാതെ അയാൾ ഏതെങ്കിലും രീതിയിൽ ഒന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. അതിലൊന്ന് ആ ജയിലറാണെന്ന് പറയേണ്ടി വരും. കാരണം പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ മക്കളാണ്. അതുകൊണ്ട് ഈ NGOയിൽ നീ ചെല്ലുക, അവർ നിന്നെ സഹായിക്കും, എന്താണ് നിനക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ NGOയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായും അവരുടെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ പറ്റുമായിരുന്നു. അവരത് ചെയ്തില്ല. ആ പേപ്പർ ഉപേക്ഷിച്ച് അവർ തോന്നിയ പോലെ പോവുകയാണ് ചെയ്തത്. ഒരു ബസ്സിൽ കയറിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അവർക്ക് ഐഡിയ ഇല്ല. അവർക്ക് ഓടണം, ഓടിക്കൊണ്ടേയിരിക്കണം. ആ ഓട്ടത്തിൽ ഈ മോൻ എപ്പോഴും കൂടെ തന്നെ വേണമെന്നാണ് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് അവരൊരു കടയിൽ ചെന്ന് കയറുന്ന കാണിക്കുന്നുണ്ട്. അവർ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള കോസ്റ്റ്യൂമും കടയിൽ ചെന്ന് കയറുമ്പോഴുള്ള കോസ്റ്റ്യൂമും രണ്ടാണ്. അപ്പോൾ യാത്ര തുടങ്ങിയിട്ട് എന്തായാലും 1-ലധികം ദിവസങ്ങളായി. അങ്ങനെ ആ കടയിൽ ചെന്ന് കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സഹായിക്കാൻ ഒരാളിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള ആ സ്ത്രീ തിരിച്ചറിയുന്നുണ്ട്. അതിനുശേഷം അവർ ഈ കടക്കാരനോട് ചെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കാശില്ലെന്നാണ്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരെന്തായാലും സ്റ്റാർ ഹോട്ടലൊന്നും താമസിക്കുന്ന ആളുകളല്ലല്ലോ. അപ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരുടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇത്രയും വലിയ കണ്ണുകൾ അവർ തുറന്നു നോക്കുന്നത്, അവർ അവസരങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരു ജോലിക്ക് ഒരാളുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന സെൻറ്റിമെൻറ്റ്സ്, താനൊരു സ്ത്രീയാണ് എന്ന് പറയുന്ന ഒന്ന്, താനൊരു അമ്മയാണ് എന്നുള്ളതൊന്ന്, എൻ്റെ കൂടെ ഒരു കൊച്ചു കുഞ്ഞാണുള്ളതെന്ന്, ഈ പറയുന്ന സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരവിടെ ഒരു അവസരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സ്വാഭാവികമായും കൈ കാശുണ്ടായിട്ട് തന്നെയായിരിക്കും അവർ കാശില്ല എന്ന് കടക്കാരനോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ കടക്കാരൻ അയാളുടെ പ്രായമൊക്കെ വെച്ചിട്ട് അയാൾ ചൂടാവാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യമില്ല, അതിന് പുള്ളിക്ക് വയ്യ. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ഈ കുഞ്ഞിനെ അവരെടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ സെൻറ്റിമെൻറ്റ്സ് അവർ പിടിച്ചു പറ്റുകയാണ്. അവരവിടെ ഒരു ജോലി നേടി, അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരാൾ വന്നിട്ട് ഇവരാരാണ് എന്ന് അന്വേഷിച്ച് തുടങ്ങുന്ന മൊമെൻറ്റിൽ, അല്ലെങ്കിൽ അതിന് മുമ്പേ അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ അവർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പത്രമൊക്കെ അവർ വായിക്കുന്ന ഓരോ സീനിൽ അവർ നോക്കുന്നത് ഈ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറയുന്ന വാർത്തകളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കടയിൽ ഒരാൾ വന്ന് ഇവരുടെ ഐഡൻറ്റിറ്റി അന്വേഷിക്കുന്നത്. അതിനോടൊപ്പം ആ കടയിലെ ആൾ പറയുന്നത്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, എൻ്റെ മോളും കൊച്ചുമോനുമായിട്ട്. അവിടുന്നാണ് അവർ എസ്കേപ്പ് ആവുന്നത്. എസ്കേപ്പ് ആയതിനു ശേഷം ഈ
മകൻ ചോദിക്കുന്നുണ്ട്, ബാലൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ നമ്മൾ അവിടുന്ന് പോകുന്നത്, എനിക്കും നിനക്കും ഇടയിൽ വേറെ ആരും വേണ്ട എന്നുള്ളതാണ് അവന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ടും ഈ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി അന്വേഷിച്ച് വരുന്ന സമയത്ത് ഇവർക്ക് ജീവിതം ഓഫർ ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതായത് നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം, ഇവനെ എൻ്റെ മകനെ പോലെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന സ്ഥലത്ത് നിനക്ക് ഞാനൊരു കല്യാണം ആലോചിച്ചുകൊണ്ട് വരാം, അവർക്ക് നിനക്കൊരു കുട്ടിയുള്ളതൊരു പ്രശ്നമല്ല എന്നൊക്കെ പറയുന്ന അതത് മൊമെൻറ്റിൽ അവരവിടുന്ന് സ്കിപ്പാവുന്നുണ്ട്. അതിനൊക്കെയും അവർ പറഞ്ഞ ആ റീസൺ തന്നെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അവർക്കും ആ കുഞ്ഞിനുമിടയിൽ, അതായത് ഐസൊലേറ്റ് ചെയ്ത് അവൻ എൻ്റെയാണ്, എൻ്റെ മാത്രമാണ്, ഞാൻ പറയുന്നത് പോലെ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് പറയുന്ന അങ്ങനെ ചുറ്റുപാടുകളോട് റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ അവരുടെ കീഴിൽ തന്നെ നിൽക്കുക. മറ്റേ തള്ളക്കോഴി കുഞ്ഞിക്കോഴിയെ കൊണ്ടു നടക്കുന്ന പോലെ നമ്മൾ പറയും, പക്ഷേ കുഞ്ഞിക്കോഴീനെ ഒരു സമയം കഴിയുമ്പോൾ തള്ളക്കോഴി ചുറ്റുപാടുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അനുവദിക്കും. സേഫ്റ്റിക്ക് വേണ്ടിയാണ് അത് ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നത്. പക്ഷേ ഈ അമ്മയെ നമ്മൾ കാണുന്നത് അവരുടെ കൺട്രോളിൻ്റെ ഉള്ളിൽ അവനെ നിർത്തുകയാണ്, അവനെ ചുറ്റുപാടുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയാണ്. സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ പോലും അവർ പറയുന്നത് നമ്മുടെ കഥ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരോടും പറയണ്ട, അവിടെ കൂട്ടുകാരെ ഉണ്ടാക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ആ കുഞ്ഞു മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ്. സ്വാഭാവികമായും അവന് നഷ്ടപ്പെടുന്നത് പിയർ ഗ്രൂപ്പ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവനിലുണ്ടാവേണ്ട ഒരുപാട് മാനസിക വളർച്ചകളൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കുറച്ച് കളിക്കാൻ പോകുന്ന പിള്ളേരുടെ കൂടെ ഓടിപ്പോയതിന് അവരെ ശകാരിക്കുമ്പോൾ ഈ അമ്മ സ്നേഹം ഉള്ളിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ കേൾക്കുന്നത് എത്ര വൈകിയാലും അമ്മ വരും എന്ന് പറയുന്ന ആ ഡയലോഗ് മാത്രമാണ് അവരെടുക്കുന്നത്. പക്ഷേ ആ ഡയലോഗിൽ അവരില്ലാതാക്കുന്നത് അവൻ്റെ ബാല്യമാണ്, അവൻ്റെ പിയർ ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങളാണ്. അത് സ്നേഹമല്ല, അത് തടവറയാണ്. നമ്മൾ എക്കോയിലൊക്കെ പറഞ്ഞതുപോലെ അത് സംരക്ഷണമല്ല, അത് വാത്സല്യമല്ല, സ്നേഹമല്ല, അത് തടവറയാണ്. അവർ പറയുന്നൊരു കഥയുണ്ട്, ഈ അമ്മ പറയുന്ന ഒരു കഥ, ഒരു രാക്ഷസൻ്റെയും രാജകുമാരിയുടെയും കഥ. രാക്ഷസൻ്റെ തടവറയിലായിരുന്ന, രക്ഷപ്പെടാൻ മാർഗ്ഗമില്ലാതിരുന്ന രാജകുമാരി തനിക്ക് വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങി. അവസാനം ആ രാക്ഷസനെ കൊന്ന് കുഴിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു വാഴയും വെച്ച് ജയിലിലായി. അവിടെ വെച്ച് ഈ കുഞ്ഞ് ജനിച്ചു എന്നുള്ള കാര്യം വരെയാണ്. ഈ കഥ അവരുടെ ജീവിതകഥ പറയുന്നത് പോലെയാണ് അവതരിപ്പിക്കുന്നത്. നമുക്കതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കാം. പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആ രാക്ഷസൻ ചെയ്തിരുന്ന അതേ റോൾ, അതായത് തടവറയിലാക്കി തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിക്കുക, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ലോകവുമായി ഇൻട്രാക്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇവിടെ അമ്മയും ചെയ്യുന്നുണ്ട്. അടിമയാക്കി വെക്കലാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ രാജകുമാരി ആ കുട്ടിയാവുകയാണ്. പക്ഷേ തനിക്കും ഇഷ്ടങ്ങളുണ്ട്, അതിനനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ അവൻ തിരിച്ചറിയുന്നത് അവൻ്റെ ഒരു കൗമാരപ്രായത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ്. അതുവരെ അമ്മ തരുന്ന ഈ സ്നേഹമാണെല്ലാം എന്ന് പറഞ്ഞ് അവൻ അതിനകത്ത് ജീവിക്കുകയാണ്. ദുബായ്ക്കാരൻ്റെ മകൻ ഓട്ടോറിക്ഷ ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം അവരുടെ ഐഡൻറ്റിറ്റിയുമായി പോകുന്ന സമയത്താണ് ഇവർ ഈ ഭ്രാന്തിയായ സ്ത്രീയെ കാണുന്നത്. ഭ്രാന്തിയുടെ അടുത്ത് അവർ ബണ്ണ് കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്, ആ ഐഡൻറ്റിറ്റിയിലാണ് അവരടുത്ത ജോലി സംഘടിപ്പിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ആ ഭ്രാന്തിയെ ചെന്ന് കാണുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം മാത്രമാണ്. അതായത് തനിക്ക് നേരെ എന്തെങ്കിലും ഒരു അന്വേഷണമോ മറ്റോ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം. കാരണം ഇവരുടെ ഫോട്ടോ ഇവരെ ആരും കണ്ടിട്ടില്ല, ജോലി കൊടുത്ത ആളോ ഇവർക്ക് ശമ്പളം അയച്ചു കൊടുക്കുന്ന ആളോ കണ്ടിട്ടില്ല, ആ അമ്മൂമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും, ആ അമ്മൂമ്മ മരിക്കുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇത് വെച്ച് കെട്ടിക്കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഈ ഭ്രാന്തിയാണ്. അവരെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കണ്ടെത്തി തൻ്റെ ഇപ്പോൾ ജോലി ചെയ്യുന്ന വീടിൻ്റെ ഔട്ട് ഹൗസിൽ കൊണ്ടുവന്ന് അവർ രഹസ്യമായി താമസിപ്പിക്കുകയാണ്. ഇവിടെ ഈ സ്ത്രീ എത്രത്തോളം കണ്ണിങ് ആണെന്ന് മനസ്സിലാവണമെങ്കിൽ അവർ പത്രത്തിൽ ആകെ വായിക്കുന്നത് ജോലിക്ക് ആളെ ആവശ്യമുണ്ട്, കാണുവാനില്ല, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളില്ലേ. അതായത് തനിക്ക് ഫിറ്റിനാവാൻ പറ്റുന്ന അവസരങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്, ഐഡൻറ്റിറ്റിയുടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തനിക്ക് ഫിറ്റിനാവാൻ പറ്റുന്ന അവസരങ്ങളാണ് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഒരു അപകടം ഉണ്ടായാൽ തനിക്ക് സേഫ് ആവാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഭ്രാന്തിയോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ അത്തരമൊരു സാഹചര്യം വന്നപ്പോൾ ഭ്രാന്തിയെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ഷംനാത്തയാണ്. ഇവർ ഈ സിനിമയിൽ ഈ കണ്ട് ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു കഥാപാത്രം ഷംനാത്തയാണ്. അതിൻ്റെ കാരണം ഈ ജയിലിൽ ഈ പെൺകുട്ടി വന്നപ്പോൾ മുതൽ ഷംനാത്ത അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഗർഭിണിയായി ആ ജയിലിലേക്ക് വന്നതിന് ശേഷം അവരുടെ കാര്യങ്ങളിലൊക്കെ, ഈ ജയിലാവുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ബുള്ളിങ്ങിൽ നിന്നൊക്കെ ഷംനാത്ത ഒരു പക്ഷേ അവളെ സംരക്ഷിച്ച് പിടിച്ചിട്ടുണ്ടാവും. അവളെ ആ ജയിലിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള കാര്യങ്ങളടക്കം, വക്കീൽ ഫീസൊന്നും നീ തരണ്ടെന്ന് പറയുമ്പോൾ അവരെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട് ജയിലിൽ നിന്ന് പുറത്ത് കിടക്കാൻ. ഷംനാത്ത ഒരു സിറ്റുവേഷനിൽ അവരോട് പറയുന്നത് തള്ളക്കോഴി കുഞ്ഞിക്കോഴികളെ കൊണ്ടു കിടക്കുന്ന പോലെ അല്ലിടി ഞാൻ നിന്നെ കൊണ്ടു കിടന്നതെന്നാണ്. ഇവിടെ അമ്മ ബാലനോട് ചെയ്യുന്ന ഏതാണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഷംനാത്ത ബാലൻ്റെ അമ്മയോട് ഈ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കുറച്ച് കാലം നോക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നീ എനിക്ക് വിധേയപ്പെട്ട് നിൽക്കണം എന്ന് തന്നെയാണ് ഷംനാത്ത ആവശ്യപ്പെടുന്നത്. ഷംനാത്ത അവിടെ ഒരു പെർട്ടിക്കുലർ ജോലി നീ എനിക്ക് ചെയ്തു തരണമെന്നാണ് പറയുന്നത്. ഇവിടെ ടൊവിനോ അവതരിപ്പിക്കുന്ന അബ്ബാസ് എന്ന് പറയുന്ന കഥാപാത്രം നീ എനിക്ക് വേണ്ടി കഞ്ചാവ് കടത്തും മോഷണത്തിനൊക്കെ കൂട്ടി നിൽക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ പറയുന്ന വേഷങ്ങളൊക്കെ ആടിത്തിമിർക്കാണ് വേണ്ടതെന്ന് അമ്മ മകനോട് പറയുന്നു. ഇവിടെ എല്ലായിടത്തും ഈ ബാലൻ യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സിനിമയുടെ പേരെന്താ?
ബാലൻ ദി ബോയ് എന്നാണ്. ഈ സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ശ്രമിക്കേണ്ടത് ബാലനെയാണ്. പക്ഷേ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ മാതൃത്വത്തെ ഒരുപാട് മഹത്വവൽക്കരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന് അതിനകത്തെ അമ്മയുടെ സ്നേഹമാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ആ സ്നേഹത്തിൽ പൊതിഞ്ഞ് ബാലൻ എത്രത്തോളം അടിമയുടെ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഈ സിനിമയിൽ ബാലൻ ഒറ്റ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, അവൻ്റെ അമ്മയെ ഒന്ന് കാണണം, അവരുടെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ്. അത് അന്വേഷിച്ച് പോകുന്ന അവൻ പല കാര്യങ്ങളും ശ്രമിക്കുമ്പോഴും അവൻ ഒന്നുമല്ലാതെ നിന്ന് പോകുന്ന ഒരൊറ്റ ചോദ്യത്തിൻ്റെ മുമ്പിലാണ്. പവിത്രം പറയുന്നുണ്ട്, നീ വേണേ നിൻ്റെ അമ്മേനെ കൊണ്ടുവന്നോ, നീ കണ്ടുപിടിച്ചോ, പക്ഷേ നീ നിൻ്റെ അമ്മയുടെ മോനാണെന്ന് നീ എങ്ങനെ പ്രൂവ് ചെയ്യും? നിനക്ക് ഫേക്ക് അല്ലാത്തൊരു ജനന സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഐഡൻറ്റിറ്റി ഇല്ലാത്തവനായിപ്പോയി. ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് അവനൊരു തെളിവുമില്ല. അങ്ങനത്തെ ഒരാളാക്കി അവനെ മാറ്റുന്നത് അവൻ്റെ അമ്മയാണ്. ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഒരു നല്ല NGO ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവർ മെഴുകുതിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കന്യാസ്ത്രീമാരുടെ കൂടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അവരുടെ സ്കൂളിൽ ചേർത്ത് അവനെ പഠിപ്പിച്ച് അവനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുമായിരുന്നു. അതുപോലും അവന് നിഷേധിച്ച അമ്മയാണ് എല്ലാവരും വാനോളം പുകഴ്ത്തുന്നത്. അവൻ ഏറ്റവും അവസാനം അവൻ്റെ അമ്മയെ കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ച് വരുന്നത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല, അവൻ ട്രെയിൻ ചെയ്യപ്പെട്ടത് അങ്ങനെയാണ്. യു ഷുഡ് ഓൾവേസ് കം ബാക്ക് ടു മീ. പവിത്രൻ ചെയ്യുന്നത് എന്താണ്? പവിത്രൻ അറിയുമ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ അമ്മേനെ വേണ്ടേ, അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വരും. അതേപോലെ ഞാൻ അവൻ ഇങ്ങനെയല്ലേ പഠിപ്പിച്ചു, അവൻ എന്തായാലും എൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞാൽ അമ്മ കാത്തിരിക്കുന്നു. ഈ ടൊവിനോടെ അബ്ബാസ് എന്ന് പറയുന്ന കഥാപാത്രം എന്താണ് ചെയ്യുന്നത്? അവൻ പോകും, ബാംഗ്ലൂരിൽ ഞാൻ ജോലിക്ക് പോവാണ്, എനിക്കിവിടെ മടുത്തു, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താ പറയുന്നത്? നിനക്ക് നിൻ്റെ അമ്മ വേണ്ടേ, എങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന രീതിയിൽ. കാര്യം സ്വന്തം ഐഡൻറ്റിറ്റി അവൻ അറിയില്ല, അവൻ ഏത് നാട്ടിൽ നിന്നാണ് രക്ഷപ്പെട്ട് വന്നതെന്ന് പോലും അവൻ അറിയില്ല. പണിക്ക് വേണ്ടി ടൊവിനോയുടെ ക്യാരക്ടർ കൊണ്ടെത്തിച്ച സ്ഥലത്ത് അവിടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് സ്ഥലം ഓർമ്മ വന്നിട്ട് അവൻ അവിടെ ഇറങ്ങുന്നത്. അതുവരെ അവൻ എവിടുന്നാണ് വന്നതെന്ന് പോലും അവനറിയില്ല. അങ്ങനെ ഇവർ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ ഒരു സ്ഥലത്ത് തളച്ചിടാൻ നോക്കുകയാണ്. അബ്ബാസിനോട് ഇവൻ സംസാരിക്കുന്ന ഒരു രംഗം വളരെ ക്രൂഷ്യലായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അമ്മയെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കുറേ കാലം അവിടെ ഇട്ട് തൻ്റെ ആവശ്യത്തിന് വേണ്ടി ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് ഒരു പ്രായമാകുമ്പോൾ അവൻ അബ്ബയോട് പറയുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു പണി വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുക. നമ്മൾ എത്ര കാലമായി അബ്ബ ഇവിടെ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, എന്നെങ്കിലും ഒന്ന് വിട് എന്ന് പറയുന്നൊരു കാര്യം അവൻ ആ അമ്മയോട് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. കുറേ കാലം അവർ പറയുന്ന പോലെ അങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്ന് അവസാനം അവരുടെ ലൈഫിൽ അവർ മാത്രമായി പോകുന്നൊരു സിറ്റുവേഷനിൽ അവൻ അവൻ്റെ അമ്മയോട് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് അന്ന് അവർ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കും, ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിലായിരിക്കും. അവിടെ ചിലപ്പോൾ അവൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് വളരെ മോശമായിട്ടായിരിക്കും. കാരണം പുറത്തുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു യുവാവ് ഒരു പക്ഷേ അത്തരം ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ അവൻ്റെ അമ്മ അവനെ ആകെ അറിയാവുന്ന, അവനെ തളച്ചിട്ടിരിക്കുന്നു അവൻ മനസ്സിലാക്കുന്ന സ്വത്വത്തിനോട് പെരുമാറുന്നത് അതിഭീകരമായിട്ടായിരിക്കും. സോ നിങ്ങളീ പറയുന്ന പോലെ അവസാനമാകുമ്പോൾ അമ്മയുടെ കൈ പിടിച്ച് അടുത്ത കഥ എന്താണ്, അടുത്ത പേരെന്താണെന്ന് പറയുന്ന എക്സൈറ്റ്മെൻറ്റിൽ അമ്മയുടെ കൂടെ പോകുന്നവൻ ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രൈം ചെയ്യാനാണ് വീണ്ടും വരുന്നത്. അതുകൊണ്ടാണ് ആ കൈപിടിക്കൽ രംഗം നമ്മൾ ശരിക്കും പേടിയോടെ നോക്കി കാണുന്നത്. ഇത് ആക്ച്വലി ഒരു ഹൊറർ സിനിമയാണ്. അതായത് അവൻ രക്ഷപ്പെട്ടു പോയ ഒരു സ്ഥലത്തേക്ക് അവൻ വീണ്ടും തിരിച്ചു വന്ന് കയറുകയാണ്, ഒരു തവള നീർക്കോലിയുടെ വായിലേക്ക് ചെന്ന് കയറുന്ന പോലെ. ഇതിനകത്ത് ടൊവിനോയുടെ ക്യാരക്ടർ, അബ്ബാസ് എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ അബ്ബ, അമ്മ, ആ പദങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഏകദേശം ഒരുപോലെ തന്നെയാണ് സൗണ്ട് ചെയ്യുന്നത്, ഒരുപോലെ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അബ്ബാസിനെ സംബന്ധിച്ച് ഇവൻ്റെ അമ്മ എന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ്സ് അയാൾക്ക് വർക്കായിട്ടുണ്ട്. അമ്മയെ വേണം എന്നൊരു കുഞ്ഞ് മുന്നിൽ വന്ന് നിന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അയാളുടെയും കുട്ടിക്കാലത്ത് അയാൾ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പോയി അമ്മ എന്ന് പറയുന്ന ഇമോഷൻ അത് അയാളുടെ ഉള്ളിലും ഉണ്ടാവാം. അമ്മയെ വേണമെന്ന് ആ കുഞ്ഞ് പറയുമ്പോൾ അയാൾ അവനെ കൂടെ കൂട്ടുന്നുണ്ട്. എനിക്കത് മനസ്സിലാവടാ എന്ന് ടൊവിനോ പറയുമ്പോൾ അത് ആക്ച്വലി ആ ക്യാരക്ടറിന് മനസ്സിലാവുന്നുണ്ടാവും. തൻ്റെ കൂടെ നിർത്തി പണിയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീ എങ്ങോട്ടും പോകണ്ടടാ എന്ന് അബ്ബാസ് പറയുമ്പോൾ ഈ ബാലൻ അമ്മ എന്ന് വീണ്ടും പറയുമ്പോൾ എനിക്ക് മനസ്സിലാവണ്ടടാ, ആ ഇമോഷൻ എനിക്ക് മനസ്സിലായി, നിന്നെ ഞാൻ കൊണ്ടുപോകും, അത് എന്ത് നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും നിൻ്റെ അമ്മയുടെ അടുത്ത് എത്തിക്കും എന്ന് അയാൾ പറയുന്നുണ്ട്. അതുപോലെ കുട്ടി അവിടെ കൊണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം പോകുന്ന അബ്ബാസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരുമ്പോൾ നിൻ്റെ അമ്മയുടെ അടുത്ത് എത്താൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതിന് കുറച്ച് സമയമെടുക്കും, അതിന് നീ അധ്വാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. അയാൾ ഉറപ്പായും അന്വേഷിച്ചിട്ടുണ്ടാവും. ഏറ്റവും അവസാനം പോലീസിന് ഒറ്റ കൊടുത്തു എന്ന് അറിയുമ്പോൾ പോലും പെറ്റമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലടാ ഓക്കേടാ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുമ്പോൾ അയാൾക്ക് ആ ഇമോഷൻ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിയെ അയാൾ കൂടെ നിർത്തുന്നത് അയാളുടെ കൂടി സ്വയലാഭത്തിന് വേണ്ടിയിട്ടാണ്. പണി പഠിപ്പിച്ച് അവനെ കൂടെ നിർത്തി അങ്ങനെ കുറേ കള്ളത്തരങ്ങൾ അയാൾ കാണിക്കുന്നു. ഒരുപാട് ഗുണ്ടകളും മറ്റുമൊക്കെയുള്ള അങ്ങനെ ഒരു സ്ഥലത്താണ് അവൻ ജോലി ചെയ്യുന്നത്. അതിൽ വളരെ രസമുള്ളൊരു കാര്യം, അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രായം കുറച്ചായതിനു ശേഷം ചെന്ന് കയറുന്ന സീനിൽ ഒരു പോലീസുകാരനോടും അവന് പേടിയില്ല. മുമ്പ് പോലീസുകാരെ കണ്ട് അവൻ ഓടുമായിരുന്നു. അമ്മ അവനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു അതാണ്, പോലീസുകാരുടെ അടുത്ത് നമ്മളൊന്നും പറയരുത് എന്ന് പറയുന്ന കാര്യം. പോലീസ് അവനെ വളരെ ചെറിയ പ്രായത്തിൽ പിടികൂടിയപ്പോൾ അവൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് അവന് ചെന്ന് കയറുമ്പോൾ ഒരു പേടിയില്ല. കാരണം ഈ ഗുണ്ടകളും പിടിച്ചുപറിക്കാരും ഒക്കെ ഉള്ള ടൊവിനോ അവനെ കൊണ്ടെത്തിച്ചിട്ടുള്ള ആ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തുള്ള ആളുകളുമായി ഡീൽ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ സീനിൽ ഒരാൾ പൈസ കൈക്കൂലി ഇവൻ്റെ കൈ കൊടുത്തിട്ട് പോലീസിന് കൊടുക്കാൻ പറയുന്നുണ്ട്. അന്ന് പേടിച്ച് നിൽക്കുന്ന ബാലനോട് അവൻ നമ്മുടെ ആളാണ് കൊടുത്തിട്ട് വാന്ന് പറഞ്ഞ് അങ്ങനെ അവൻ എത്ര നാൾ പോലീസുകാരന് കൈക്കൂലി കൊടുത്തിട്ടുണ്ടാകും. യവന്മാരൊക്കെ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ, നമ്മൾ
പേടിക്കേണ്ട ആളൊന്നും അല്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് ഗ്രാജുവലി അവൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ആ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിക്കണ്ട. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അവൻ രക്ഷപ്പെട്ട് തൻ്റെ കൂടെ എത്തിയത് എന്നറിയുമ്പോൾ, അമ്മയെ കാണാനുള്ള അവൻ്റെ ആഗ്രഹം മനസ്സിലാകുമ്പോൾ, ഈ അബ്ബാസിന് ഓൾറെഡി മനസ്സിലായി ഇവൻ എന്തോ കള്ളത്തരമുണ്ട്, ഇവൻ്റെ അമ്മയ്ക്കും എന്തോ കള്ളത്തരമുണ്ട്. പക്ഷേ ഈ അമ്മ സെൻറ്റിമെൻസിൽ അയാൾ അവനെ കൂടെ നിർത്തി തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച്, എന്നാൽ അവനെ സർവൈവ് ചെയ്യാനുള്ള പണിയും അയാൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് അമ്മയുടെ അടുത്ത് ഇവൻ പോകുമെന്ന് പറയുന്ന സമയത്ത് ഈ അബ്ബാസ് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ഇട്ടിട്ട് പോയതാടാന്ന്. അത് പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്കും ഒരു കുറ്റബോധം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ അബ്ബാസിനെ അയാളുടെ അമ്മ ഇട്ടിട്ട് പോയതായിരിക്കാം. ആ ഒരു പെയിൻ അയാളുടെ ഉള്ളിൽ അപ്പോഴും നിൽക്കുന്നതുകൊണ്ട് അത് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും ഒറ്റപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന, കാരണം അബ്ബാസിൻ്റെ കൂടെയുള്ള എല്ലാവരും പോയി. ആദ്യം നമ്മൾ കാണുന്ന ഒരാളും കൂടെയില്ല, ആകെ ഈ ഒരു പയ്യൻ മാത്രമാണുള്ളത്. അവനും കൂടി പോകുമ്പോൾ ഒറ്റയ്ക്കാവാൻ പോകുന്നതിൻ്റെ പെയിൻ ഉണ്ടല്ലോ, അത് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ അറിയേണ്ട കഥാപാത്രം പവിത്രനാണ്. ജീൻ പോൾ ലാൽ ഗംഭീരമായി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ശരിക്കും ഈ പയ്യൻ്റെ അമ്മയോട്, ബാലൻ്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്രതികാരം ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇത്രയും കാലം മെനക്കെട്ട് പ്രതികാരം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചു. ഇതിൽ പവിത്രനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീക്വൻസ് നിങ്ങൾ നോക്കണം. പണ്ടങ്ങാണ്ട് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അതിൻ്റെ പേരിൽ പിന്നീട് അവനെ വണ്ടി കയറ്റി കൊല്ലാൻ വരെ ശ്രമിച്ചു എന്ന് ആ വീട്ടുകാർ സംശയിക്കുന്ന, അവന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പാസ്പോർട്ട് കാര്യങ്ങൾ വന്നപ്പോൾ വെരിഫിക്കേഷന് പകരം പാസ്പോർട്ട് തിരിച്ചയക്കാൻ നോക്കിയ, അതായത് കുട്ടിക്കാലത്തുണ്ടായ പകയും പ്രതികാരവും പോലും മനസ്സിൽ വെച്ച് ചെയ്സ് ചെയ്ത് അയാളെ ഇല്ലാണ്ടാക്കും എന്ന് തീരുമാനിച്ചിറങ്ങുന്ന അമ്മ അതിലൊരു സൈക്കോ ക്യാരക്ടറാണ് പവിത്രൻ എന്ന് പറയുന്നത്. അല്ലാതെ കുട്ടിയുടെ അടുത്ത് എടാ മോനെ നീ എന്തടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ഫൺ വൈബില്ലേ, അത് പവിത്രനിലില്ല. ബാലനെ കഴുത്തിന് പിടിച്ച് ജീപ്പിൽ ചാരി നിർത്തി നിൻ്റെ അമ്മേനെ ഞാൻ പോട്സായിട്ട് അയച്ചടാന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ചിരിച്ചിട്ട് പറയുന്നത് എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. അയാളുടെ ഒരു രീതി അങ്ങനെയാണ്. അയാൾ അതെന്നല്ല അതിനപ്പുറം വരെ ചെയ്യും. കാര്യം അയാളുടെ കല്യാണം ഉറപ്പിച്ചിരുന്ന, അതായത് സിസിലിയെ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, വീട്ടിലെല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതായത് കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന തൻ്റെ പ്രണയിനിയെ അയാൾക്ക് നഷ്ടമായത് ഇവൻ ചാടിപ്പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ആ സംഭവത്തിൽ അവളുടെ മേൽ അയാൾ ആ കുറ്റം ചാർത്തി കൊടുത്തു, അവളുടെ ജോലി പോയി, അവൾ പിന്നീട് വിവാഹം കഴിച്ച് വേറെ വഴിക്ക് പോയിട്ടുണ്ട്. അത് പിന്നീട് ആ ഫേസ്ബുക്കിലോ അങ്ങോട്ട് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ അയാളായിട്ട് പണി കൊടുത്ത് അവൾ പോയതാണെങ്കിലും ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് ഈ പയ്യനാണ് എന്ന് പറയുന്ന ഒരു ബോധ്യം അയാളുടെ ഉള്ളിലുണ്ട്. സ്വാഭാവികമായും അയാളുടെ കയ്യിൽ പവർ വരുമ്പോൾ, അയാൾക്ക് ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ, എനിക്ക് ഒരിക്കലും എൻ്റെ സിസിലിയെ കിട്ടാത്തതുപോലെ അവൻ ഇനി ഒരിക്കലും അവൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കണ്ട എന്ന് അയാൾ തീരുമാനിക്കും. അതിനേതറ്റം വരെയും അയാൾ പോകും. അതാണ് പവിത്രൻ. നമ്മൾ മറ്റേ ജോർജ് സാറിനെയൊക്കെ കണ്ടില്ലേ, അതിൻ്റെ കുറച്ചും കൂടി കടന്ന ഒരു സൈക്കോ ലെവലിലാണ് പവിത്രൻ നിൽക്കുന്നത്. മാത്രമല്ല അവൻ്റെ അമ്മ പറഞ്ഞ കഥാപാത്രമില്ലേ, രാക്ഷസൻ കഥാപാത്രം, അങ്ങനത്തെ ശരിക്കുള്ളൊരു രാക്ഷസനാണ് പവിത്രൻ. പവിത്രൻ്റെ കയ്യിൽ പെടാൻ പോയിരുന്ന ആളാണ് ഈ സിസിലി എന്ന് പറയുന്ന പോലീസുകാരി. അതായത് അവിടുത്തെ രാക്ഷസൻ പവിത്രനാണെങ്കിൽ രാജകുമാരി ആവേണ്ടത് സിസിലി ആയിരുന്നു. സിസിലിയെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് ആ പോലീസ് സ്റ്റേഷനിലുള്ള സോമൻ എന്ന് പറയുന്ന പോലീസുകാരൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സിസിലി പറയുന്നത് അയാൾ ദേഷ്യമുള്ളവരോട് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നുള്ളൂ, എന്നോട് അയാൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് എനിക്കിട്ട് പണിയില്ല എന്നുള്ളത് പണി കിട്ടുന്നത് വരെയുള്ള ഒരുവിധപ്പെട്ട എല്ലാവരുടെയും വിശ്വാസമാണ്. പവിത്രൻ ഇങ്ങനെയാണ്, എൻ്റെ ഒരു രീതി ഇങ്ങനെയാണെന്ന് പറയുന്നത് പവിത്രൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഈ സിനിമയിൽ നമ്മൾ കാണുന്ന വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയാൻ നമുക്ക് ആ സോമൻ എന്ന് പറയുന്ന പോലീസുകാരനേ ഉള്ളൂ. കാരണം ഈ ബാലൻ പവിത്രൻ്റെ അടുത്ത് വന്ന് പെടും എന്ന് മനസ്സിലാവുമ്പോൾ ബാലന് വഴി കാണിച്ചു കൊടുത്തിട്ട് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ എന്ന് ഒന്നിൽ കൂടുതൽ തവണ ഉപദേശിക്കുന്നത് ഈ സോമൻ എന്ന് പറയുന്ന പോലീസുകാരനാണ്. അവൻ കുഞ്ഞായിരുന്ന സമയത്താണെങ്കിലും പവിത്രൻ്റെ പേരിൽ വേറെ കേസ് വരുന്ന സമയത്താണെങ്കിലും ഒക്കെ സോമൻ്റെ ഒരു സ്റ്റാൻഡ് കുറച്ചും കൂടി ഈ ബാധിക്കപ്പെട്ട ആളുടെ കൂടെ നിൽക്കുന്ന രീതിയിലാണ്. ബാലൻ്റെ അമ്മ അവനെ ട്രെയിൻ ചെയ്യിച്ചതിലൊരു വലിയ പ്രശ്നം, അല്ലെങ്കിൽ അവരെ എത്ര മോശമായിട്ടാണോ അവനെ ട്രെയിൻ ചെയ്യിച്ച് വെച്ചിരിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ പോലീസുകാരുടെ അടുത്ത് ചെന്ന് പെടുമ്പോൾ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കിയത്. ഓരോ വട്ടം പോലീസുകാർ പിടിച്ചുകൊണ്ട് വരുമ്പോഴും, അതും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന ഐഡിയ ഒക്കെ നോക്കിയേ, പോലീസുകാരുടെ അടുത്ത് ആദ്യം ഞാൻ ഒളിച്ച് കളിക്കുകയാണെന്ന് പറയുന്ന ഒരു ഇമേജ് ബിൽഡ് ചെയ്ത് ഗ്രാജുവലിയാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഒറ്റയടിക്ക് അവൻ ഓടിപ്പോയി കഴിഞ്ഞാൽ അവനെ പിടിക്കുമെന്നുള്ള കാര്യം അവനറിയാം. അവനെങ്ങനെ അറിയാം? അവൻ കുട്ടികളുടെ കൂടെ ഓടിക്കളിച്ച് ശീലിച്ചിട്ടുള്ള ആളല്ല. അവനിതൊക്കെ പറഞ്ഞു കൊടുക്കാൻ അവൻ്റെ അമ്മ തന്നെയുള്ളൂ. സോ ആ കാര്യം എങ്ങനെ മുങ്ങണമെന്നുള്ളത് അവന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പോലീസുകാരുടെ കൂടെ നിൽക്കരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇവൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ആരെയാണ് ചൂസ് ചെയ്യുന്നത്? ആരുടെ കൂടെ നിൽക്കാനാണ് ചൂസ് ചെയ്യുന്നത്? ഒരു കള്ളനെയാണ് ചൂസ് ചെയ്യുന്നത്. മോഷ്ടിക്കുന്ന, കള്ളത്തരം കാണിക്കുന്ന ഒരാൾക്കൊപ്പം നിന്നാലേ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് ഒരു കൊച്ചു കുഞ്ഞ് എത്തണമെങ്കിൽ അവനെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവർ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിച്ച് വെച്ചിട്ടുണ്ടാവും. ഇനി ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് വന്നിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു. ഒത്തിരി ആൾക്കാർ ചോദിച്ചു, എന്തിനാണ് ഈ അമ്മയും മകനും ഇങ്ങനെ ഫേക്കായി ജീവിക്കുന്നത്? പേര് മാറ്റി, സ്ഥലം മാറ്റി, ഇങ്ങനെ മാറി മാറി പോകുന്നത്. ഒരു സ്ഥലത്ത് കിട്ടുന്ന ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാരക്ടർ മനസ്സിലായിട്ടില്ലേ എന്നുള്ളതാണ് ഇതിലെ ചോദ്യം. ഇതിനകത്ത് അമ്മയും കുട്ടിയും ഒരു ക്യാരക്ടറാണെന്നല്ല, അമ്മയുടെ
തീരുമാനങ്ങളാണ് നമുക്കൊരു സ്ഥലത്ത് നിൽക്കണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ വേറൊരാൾ വരണ്ട, എനിക്ക് എവിടെയും ഹുക്ഡ് ആവണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഓരോ സ്ഥലത്തും മാറി 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ആ അമ്മച്ചിയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് ഇവൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, അമ്മച്ചി നമ്മളെ എന്തെങ്കിലും ചെയ്യുമോ? പറയാൻ പറ്റില്ല. അമ്മ അവരെന്തെങ്കിലും ചെയ്യുമോ നോക്കാം എന്നവർ പറയുന്നുണ്ട്. അതായത് തങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ തങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ കടന്നു വരികയോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ അമ്മ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയുന്ന കാര്യം ഈ കുട്ടിക്ക് അറിയാം. അവനത് അത്രയും ആഴത്തിലുള്ളിൽ പതിയണമെങ്കിൽ ഒരുപക്ഷെ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവാം കഥയിൽ എവിടെയെങ്കിലും. ഇവരുടെ ഇടയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ച ഒരാളെ അവൻ്റെ അമ്മ ചിലപ്പോൾ കൊന്നുണ്ടാവും. മാത്രമല്ല അവർ ജയിലിലുണ്ടായിരുന്നു. ഈ ഷംനാത്തെ കാണുമ്പോൾ അവർ ഓടുന്നതിൻ്റെ ഒരു ബേസിക് കാരണം ഇവരെന്ത് തെറ്റ് ആണ് ചെയ്തിട്ടുള്ളത്, ഇവരുടെ റിയൽ ഐഡൻറ്റിറ്റി എന്താണ്, റിയൽ സ്റ്റോറി എന്താണ്, ആ ക്രൈമിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായി ഷംനാത്തയ്ക്ക് അറിയാം. അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും ഷംനാത്ത അവരെ വിടാതെ പിടിച്ചിട്ടുണ്ടാവുക. അവരുടെ റിയൽ ക്യാരക്ടർ എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ക്രൈമിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിനൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവരെപ്പോലെ തന്നെ ഷംനാത്തയ്ക്കും ഉണ്ടാവും. അതിൻ്റെ കൂടെയാണ് ഒരു പക്ഷേ അവർ ഈ പറഞ്ഞ രാക്ഷസൻ രാജകുമാരി കഥയില്ലേ, ഒരാൾ രാക്ഷസനാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റേ കുടിച്ചിട്ട് വന്ന് തല്ലുക എന്നുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ വളരെ മോശമായി പെരുമാറുക എന്നുള്ളതായിരിക്കില്ല. ഒരുപക്ഷെ ഷംനാത്ത എന്താണോ അവളെ കൊണ്ട് ചെയ്യിക്കാൻ ചിന്തിച്ചിരുന്നത് അതേ കാര്യം അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന ആളായിരിക്കാം അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ അവളെ ഏറ്റവും മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അയാളെ കൊന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മറ്റൊരാളോടൊപ്പം പ്രത്യേകിച്ച് ഒരു പുരുഷനെ വിശ്വസിക്കുക, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അതിപ്പോൾ ഒരു പുരുഷനായിട്ടെന്ന് മാത്രമല്ല, ഏത് തരത്തിലാണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അവിടെയൊക്കെ അവർ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലായിരിക്കാം. അവർക്ക് വേണ്ടത് ഒരു പ്രൊഫഷണൽ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടാണ്. പക്ഷേ അതിനുള്ള മാർഗ്ഗമായിട്ടുള്ള NGOയിലേക്ക് അവർ പോയിട്ടില്ല. എനിക്കിങ്ങനെ ജീവിക്കണം, ഇതാണ് എൻ്റെ വഴി, അതിനനുസരിച്ച് എൻ്റെ മോനും എൻ്റെ കൂടെ വന്നോണം, അവനെ ഞാൻ അങ്ങനെ വളർത്തിയെടുക്കും എന്ന് പറയുന്ന ആ കോൺഫിഡൻസിലാണ് അമ്മ നിൽക്കുന്നത്. ഏറ്റവും അവസാനം ബാലൻ വന്ന് അമ്മയുടെ കൈ പിടിക്കുമ്പോൾ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ചിരി നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ച് കിട്ടിയ ചിരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 5 വയസ്സുള്ളൊരു കുട്ടി കാണാതെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം. ഈ സിനിമ അഡ്രസ്സ് ചെയ്യാതെ പോയ ഒരു സിറ്റുവേഷനായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ നാട്ടിൽ കുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതിപ്പോൾ ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്ന വ്യത്യാസമൊന്നുമില്ല. ആൺകുട്ടി എന്ന നിലയിൽ ഞാൻ പോലും വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വളരെ മോശമാണ്, വളരെ ഭീകരമാണ്. ഈ ഇത്രയും ചെറിയ കുട്ടി ലോറിയിൽ കയറി യാത്ര ചെയ്ത് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് എത്തപ്പെട്ട് ഈവൻ പവിത്രൻ്റെ കൂടെ ഒരു രാത്രി, അതായത് ഇയാളുടെ സ്വഭാവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതിരിക്കുന്നൊരു സമയത്ത് ഇന്ന് രാത്രി കുട്ടി നിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് താമസിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ എന്ത് സേഫ്റ്റിയാണ് ആ കുട്ടിക്ക് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്? ആൺകുട്ടികൾ സെക്ഷലി ഒന്നും മിസ്യൂസ് ചെയ്യപ്പെടാത്തൊരു നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത്? സോ അങ്ങനെ എന്തൊക്കെ സാധ്യതകൾ. ഇനി ഒന്നും വേണ്ട, അവനെ ആരെങ്കിലും കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭിക്ഷ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഇതൊന്നും ആലോചിക്കാനോ അത് അന്വേഷിച്ചിറങ്ങാനോ ഒന്നും മെനക്കെടാതെ ഇവർ മാടിനെ മേയിച്ച് ആ ജംഗ്ഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് വന്നിരിക്കുമെന്ന് പറയുന്നത് അതെങ്ങനെയാണ് മാതൃസ്നേഹമായിട്ട് ആളുകൾ നോക്കിക്കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളവിടെ മറ്റേ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്ന അമ്മയെ കാണുന്നതിനേക്കാൾ ഞാൻ മെൻ്റലി ഫിറ്റല്ലാത്ത ഒരാളെയാണ് അവിടെ കാണുന്നത്. അവൻ വരും, ഞാൻ കൊടുത്തിട്ടുള്ള ട്രെയിനിങ് അങ്ങനെയാണ്, അവൻ എൻ്റെ അടുത്ത് വരും എന്ന് പറയുന്ന അവർ തന്നെ കൊടുത്തിട്ടുള്ള അവരുടെ ആ ട്രെയിനിങ്ങിൽ, അവരുടെ കഴിവിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ നമ്മൾ ബാലന് അപ്രിസിയേഷൻ കിട്ടുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുന്ന സമയത്ത് അമ്മ അവന് സ്നേഹം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവനെ കൂടെ നിർത്തുന്നുണ്ടെന്ന് പറയുന്നൊരു ഫീൽ അവന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അബ്ബ ഇവൻ ബിൽഡിങ്ങിൽ മോഷ്ടിക്കാൻ കയറുന്ന അതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഗുഡ് ബോയ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അയാൾ വലിച്ചെറിഞ്ഞ മോഷണ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ കൂടെ കൂട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവന് കിട്ടുന്ന അപ്രിസിയേഷൻസ്. ഇവനെ അടിമയെ പോലെ കൂടെ കൊണ്ടുനടന്ന ആളുകൾ അവന് കൊടുക്കുന്ന അപ്രിസിയേഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്ന് പറയുന്നത് അവന് ഭയങ്കര വാല്യുബിളാണ്. അവനത് ജീവിതത്തിൽ ഈ പറയുന്ന, അതായത് ഇവനെ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നല്ലാതെ ഒരേ ഒരു വട്ടമേ കിട്ടുന്നുള്ളൂ. നമ്മൾ സ്കൂളിൽ വെച്ചിട്ടാണ് കാണുന്നത്. സ്കൂളിൽ അവൻ ചെയ്തൊരു പ്രോജക്റ്റ് ടീച്ചർ ഉയർത്തി കാണിച്ചിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എല്ലാ കുട്ടികളും കൈയടിക്കുന്നു. തൻ്റെ സഹപാഠിയായിട്ടുള്ളൊരു കുട്ടി വന്ന് അവന് പെൻസിൽ തിരിച്ചു കൊടുത്തിട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ മുഖത്തൊരു ചിരി വരുന്നുണ്ട്. അതായത് അവൻ്റെ ഉള്ളിലെ പ്രതീക്ഷകൾ ഉണ്ടായി തുടങ്ങുന്നത് അവിടെയാണ്. പക്ഷേ ആ അപ്രിസിയേഷൻ കിട്ടുന്നത്, അതായത് പോസിറ്റീവായിട്ടുള്ള ഇവനിൽ നിന്നൊന്നും തിരിച്ചു കിട്ടാൻ വേണ്ടി അല്ലാതെയുള്ള അപ്രിസിയേഷൻസ് ഉള്ള ലോകത്തിനോട് അവൻ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ അവൻ ഇൻട്രാക്ട് ചെയ്യുന്നത് അവനിൽ നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ അപ്രിസിയേഷനാണ്. അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഈ സിനിമയുടെ ഏറ്റവും അവസാനം ബാലൻ അവൻ്റെ അമ്മയുടെ കയ്യിൽ കൈ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന വാക്ക്, എടാ മോനെ ഓടി രക്ഷപ്പെടറാ, നീ ആൾ മാറിപ്പോയെന്ന് പറയടാ, അല്ലെങ്കിൽ ഞാനല്ല അത് എന്ന് പറയാ, എന്നിട്ടൊന്ന് ഓടി രക്ഷപ്പെട് എന്ന് പറയാനാണ്. കാരണം
അവർക്ക് തിരിച്ചു കിട്ടുന്നത് അനുസരണയുള്ള ഒരു നായയാണ്. അവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ നായയെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടി നായ എന്ന് പറയുന്നുണ്ട്, പട്ടി എന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്, അവൻ ഡോഗ് എന്ന് പറയുന്നുണ്ട്. അതൊരു രസമുള്ളൊരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിൽ അതിനെ നോക്കി കാണാം. അതിനേക്കാൾ കൂടുതൽ എനിക്കതിനെ നോക്കി കാണാൻ തോന്നുന്നത് കുറച്ചുകൂടി എമ്പതറ്റിക്കായി നമ്മളൊരാളെ വിളിക്കുക അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. നായ എന്ന് പറയുന്നിടത്തു നിന്ന് പട്ടി എന്നവർ പറയുമ്പോൾ എനിക്കതിനകത്തൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരവനെ വളർത്തിയെടുത്തിട്ടുള്ളത് അനുസരണയുള്ളൊരു ഡോഗായിട്ടാണ്. മറ്റൊന്നും ഇവരവന് കൊടുത്തിട്ടില്ല. അവൻ എന്താണ് ആ കൈ കൊടുത്തിട്ട് ആദ്യം ചോദിക്കുന്നത്, എന്താ അമ്മേ നമ്മുടെ അടുത്ത കഥ എന്നുള്ളതാണ്. ആ ചോദ്യം അവൻ ചോദിക്കുമ്പോൾ മോൻ എവിടെയായിരുന്നു ഇത്രയും നാൾ, മോനെ നീ നന്നായിരിക്കുന്നോ, നിൻ്റെ അവസ്ഥ എന്താണ്, അങ്ങനെ ഒന്നും അമ്മയ്ക്ക് അവനോട് പറയാനില്ല. അടുത്തൊരു കഥ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കഥയിൽ അവനൊരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ജീവിതം ജീവിക്കുക, അവർ പറയുന്ന പോലെ മുന്നോട്ട് പോവുക. ഇതിനകത്ത് നമ്മൾ ഇവരെ അല്ലാതെ കാണുന്ന മറ്റൊരമ്മ എന്ന് പറയുന്നത് ഈ ജോലിക്ക് നിൽക്കാൻ ചെല്ലുന്ന വീട്ടിലെ അമ്മമ്മയാണ്. ഈ അമ്മമ്മയും ഈ സ്ത്രീയും ഏതാണ്ട് ഒരുപോലെ ആവുന്നൊരു പോയിന്റ്. ഇവരവരുടെ സ്വന്തം മകനെക്കുറിച്ച് പറയുന്നത്, ഈ നാട്ടിൽ നിൽക്കാൻ ഞാൻ അവനോട് പറഞ്ഞു. അവരതിന് ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ ജോലിക്ക് പോയതിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ആ അമ്മ എന്താണ് ചെയ്തത്, എൻ്റെ മോൻ അവിടെ പോയി ജോലിക്കൊന്നും പോകണ്ട, നാട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. മകൻ എന്താ ചെയ്തത്, എനിക്ക് കൂടുതൽ എൻ്റെ ജീവിതം ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്കൊരു നല്ല ഫാമിലി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു നാട്ടിലേക്ക് പോവാണ്. അയാൾ ആ തീരുമാനം എടുത്തു, അയാളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പോയി. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു മോനില്ല എന്ന് ഇവർ തീരുമാനിച്ചു. അതെങ്ങനെ ശരിയാവുന്നത്? അതിലെവിടെയാണ് നിങ്ങൾക്ക് മാതൃസ്നേഹം കാണാൻ പറ്റുന്നത്? അവിടെ ഒരു വാശിക്കാരിയെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എൻ്റെ മോൻ ഞാൻ പറയുന്ന പോലെ ജീവിക്കണം, എൻ്റെ മോൻ ഞാൻ പറയുന്ന പോലെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്, എനിക്കും എൻ്റെ മോൻ്റെ ഇടയിൽ വേറെ ആരും വരാൻ പാടില്ല എന്ന് പറയുന്ന ആ ദുർവാശികളുള്ള അമ്മമാരില്ലേ, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് തന്നെയല്ലേ ബാലൻ്റെ അമ്മയും ചെയ്യുന്നത്. അവിടെയാണ് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാലൻ്റെ അമ്മയും അതുപോലെ ഒരു ജോലി ചെയ്യുന്ന വീട്ടിലെ അമ്മച്ചിയും തമ്മിൽ അവരുടെ ഒരു കോൺവെർസേഷനിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതിൽ പകുതിയും പുളുവായിരുന്നു എന്ന്. കാരണം കള്ളക്കഥകളാണ് പറഞ്ഞത്. ഈ ബാലൻ്റെ അമ്മയും ചെയ്യുന്നത് എന്താണ്, കള്ളക്കഥകളാണ് പറയുന്നത്. അവരുടെ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് അവർ നുണകൾ പറയുന്നു. മക്കളെ തങ്ങളുടെ കൂടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഏറ്റവും ലാസ്റ്റ് മരിക്കുന്നതിന് മുമ്പാണ് ആ അമ്മച്ചി ഈ ബാലൻ്റെ അമ്മയോട് പറയുന്നത്, നീ ഇനിയെങ്കിലും അവനെ നോക്ക്, അവൻ്റെ ഫ്യൂച്ചറും കൂടി നോക്കിയിട്ട് ജീവിക്കുന്നത്. ചിലപ്പോൾ അത് വൈകിപ്പോയ ഒരു ചിന്തയായിരിക്കാം. അതിനുശേഷം ആ അമ്മച്ചി കിടന്ന കട്ടിലാണ് അവരുപയോഗിച്ച തോക്കുമായിട്ട് ബാലൻ്റെ അമ്മ കയറി കിടക്കുന്നത്. അങ്ങോട്ടേക്ക് ബാലനും ചെന്ന് കയറി കിടക്കുന്നുണ്ട്. സോ എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് പോലെ ജീവിക്കണം, ഞാൻ പറയുന്നത് പോലെ അവരാവാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആ ടോക്സിക് പേരൻറ്റിങ്ങിൻ്റെ, അതിനപ്പുറത്തേക്കൊരു ലോകം എൻ്റെ മക്കൾ കാണാനും അറിയാനും പാടില്ല എന്ന് ചിന്തിക്കുന്ന ദുർവാശികളുടെ, അതിൻ്റെയൊക്കെ ഒരു ആകെത്തുകയായിട്ടാണ് നമ്മൾ ഈ അമ്മയെ കാണുന്നത്. അതിനോടൊപ്പം ഒരുപാട് ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങോട്ടേക്കാണ് ആ പയ്യൻ വീണ്ടും ചെന്ന് കയറാൻ പോകുന്നത്. അതൊരിക്കലും ഒരു ശുഭപര്യവസായിയായ സിനിമ എന്നുള്ള രീതിയിൽ നോക്കിക്കാണാൻ എനിക്ക് പറ്റുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ചിദംബരം തന്നെ ചെയ്തിട്ടുള്ളൊരു ബ്രില്യൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മയും മോനും കൈ കൊടുത്തതിന് ശേഷം അമ്മയുടെ മുഖത്തുനിന്ന് അതിങ്ങനെ പാൻ ചെയ്ത് മകൻ്റെ മുഖത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആ കൊച്ചുകുട്ടിയാണ്. അവൻ വീണ്ടും ആ കുട്ടിയാവുകയാണ്, വീണ്ടും അതേ തടവറയിലേക്ക് പോവുകയാണ്, വീണ്ടും അതേ അടിമയാവുകയാണ്. അതല്ലേ ചിദംബരം നമ്മളോട് പറഞ്ഞത്. ജിത്തു മാധവനും ചിദംബരവും കൂടി ചേർന്ന് പറയാവുന്ന തരത്തിലൊക്കെ പറഞ്ഞു, ആ കുട്ടി ട്രാപ്ഡാണ്. ഇത് ബാലൻ്റെ കഥയാണ്. ബാലൻ, അവൻ എന്താ പേരില്ലാത്ത, ഈ സിനിമയ്ക്ക് എന്തിനാ ബാലൻ എന്ന് പേരിട്ട്? ഗവൺമെൻറ് രേഖകളിൽ പേരില്ലാതെ വരുമ്പോൾ, ഇപ്പോൾ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ പേരറിയില്ലെങ്കിൽ ഈ ഇന്ന സ്ഥലത്തൊരു ബാലൻ മരിച്ചു എന്നാണ് പറയുക. അത്രയേ ഉള്ളൂ, ഐഡൻറ്റിറ്റി ഇല്ല. ദാറ്റ്സ് വാട്ട് ബാലൻ ഈസ്. ആ ബാലൻ്റെ കഥ ഇത്രയും കണ്ടു കഴിഞ്ഞിട്ടും ബാലൻ അർഹിച്ചൊരു സ്ഥലത്തെത്തി, അവൻ്റെ അമ്മയുടെ അടുത്ത് എത്തിയല്ലോ, സന്തോഷമായി എന്ന് ചിന്തിക്കാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുക? ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരിൽ വളരെ 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 കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ബാലനെ കാണുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു പക്ഷേ ആ ബാലനെ പോലെ തന്നെ പല അമ്മമാരുടെയും അച്ഛന്മാരുടെയും ദുർവാശികളിലൂടെയൊക്കെ കടന്നുപോയി അതൊരു പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും അവർക്ക് വയസ്സായി. അപ്പോൾ അവർക്കന്ന് അങ്ങനെ കുറച്ച് തെറ്റുകൾ പറ്റിപ്പോയി, നമുക്ക് ക്ഷമിക്കാം, നമുക്ക് അവരുടെ കൂടെ നിൽക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പല മക്കളോടും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ജീവനാണ്, പക്ഷേ കുട്ടിക്കാലത്ത് അവർ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള അതിഭീകരമായ ട്രോമയൊക്കെ നമ്മളിപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്ലോറിഫൈ ആണ്, അടുത്ത തലമുറയ്ക്കും ഗ്ലോറിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് ബാലൻ്റെ അമ്മ ബാലനോട് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുന്ന സമയം മുഴുവൻ അവർ പറയുന്നത് അതുപോലെ അനുസരിക്കുകയാണ്. ഒരു സ്ഥലത്താണ് അവൻ്റെ ഇഷ്ടം പറയുന്നത്, എനിക്ക് സ്കൂളിൽ പോകണം. ആ സ്പോട്ടിൽ അവർ ചെയ്യുന്നത് നേരെ കോളറിന് കയറി പിടിച്ചിട്ട്, മര്യാദക്ക് എൻ്റെ കൂടെ വന്നാലേ നിന്നെ ഇവിടെ കളഞ്ഞിട്ട് പോകും ഞാൻ എന്ന് പറയുന്നു. അവന് വേറെ എവിടെയും പോകാൻ പറ്റില്ല, ഞാൻ പറയുന്ന അവനനുസരിച്ചേ പറ്റൂ എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമ്മളൊക്കെ എത്ര തവണ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടും കേട്ടും കഴിഞ്ഞു പോയതാണ്. ചിലപ്പോൾ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ചിലപ്പോൾ ചേട്ടനോ ചേച്ചിയോ ആയിരിക്കാം. അങ്ങനെ നമ്മളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിൻ്റെ ഒരു പരിച്ഛേദം കാണുമ്പോൾ
കുറേ കാലത്തിന് ശേഷം നമ്മളതൊക്കെ ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണെന്നേ. അവർക്ക് അവരുടെ മോനെപ്പോഴും കൂടെ വേണമെന്ന് അവർ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണ്. നമ്മളവിടെ ആ കുട്ടിയെ കാണാതെ പോകുന്നതുകൊണ്ടാണ്. നമ്മളിൽ എത്ര ആൾക്കാർ നമ്മുടെ ഉള്ളിൽ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നല്ലൊരു അപ്രിസിയേഷൻ തരണമെന്ന് ആഗ്രഹിച്ച് അച്ഛനെയും അമ്മയും നോക്കി നിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച എത്രയോ കാര്യങ്ങൾ, ഒരു പക്ഷേ നമ്മുടെ ഫ്യൂച്ചറിനെ മാറ്റിമറിക്കാൻ പോകുന്ന കാര്യങ്ങൾ, വേണ്ട ഇങ്ങനെ മതി എന്ന് നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്തൊക്കെ കേട്ട് സ്വയം പണിഷ് ചെയ്ത് എന്നിട്ട് അവസാനം എല്ലാം മറന്നിട്ട് ഈ അനുഭവിച്ച മുഴുവൻ ട്രോമകളെയും തള്ളി അച്ഛനെയും അമ്മയും ഗ്ലോറിഫൈ ചെയ്യാൻ പഠിച്ച ആൾക്കാരുടെ ഒരു വലിയ വിഭാഗമാണ് മലയാളികൾ എന്ന് പറയുന്നത്. അങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര ഗ്ലോറിഫിക്കേഷനായിട്ട് തോന്നും. അവിടെയാണ് താക്കോൽ എന്ന് പറയുന്ന പാട്ടുള്ളത്. നമ്മൾ അന്വേഷിച്ച് പോകുന്ന ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്ന നമ്മുടെ കുട്ടിക്കാലം, അത് ആക്ച്വലി ഒരു ട്രാപ്പായിരുന്നില്ലേ? അതല്ലേ ബാലൻ നമ്മളോട് പറയുന്നത്? എത്രയോ സുന്ദരമായ ഒരു കുട്ടിക്കാലവും നിറമുള്ള കാഴ്ചകളും സ്നേഹമുള്ള അമ്മയും ഉണ്ടെന്ന് വിശ്വസിച്ച് അവൻ്റെ കുട്ടിക്കാലത്തിൻ്റെ താക്കോൽ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവൻ്റെ അമ്മ എന്ന് പറയുന്ന താക്കോൽ. അവസാനം അവൻ ചെന്ന് കയറാൻ പോകുന്നത് ഇപ്പം അവന് കിട്ടിയിട്ടുള്ള കുറച്ച് സ്കിൽസിനെയും കൂടി എങ്ങനെ ദുരുപയോഗം ചെയ്യാം, ഞാൻ പറയുന്നതനുസരിച്ച് നമ്മളെങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനമെടുക്കാൻ പോകുന്ന ഒരമ്മയുടെ മടിയിലേക്കാണ് അവൻ വീണ്ടും ചെന്ന് കയറുന്നത്. അതൊരിക്കലും ഒരു നല്ല അവസാനമല്ല, അല്ലെങ്കിൽ ഒരു നല്ല തുടക്കമാവുന്നില്ല. വളരെ മോശമായ ഒരു ഫ്യൂച്ചറിൻ്റെ ഒരു തുടക്കമായിട്ട് മാത്രമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സിനെ കാണാൻ പറ്റുന്നത്. സോ ഇത് ബാലൻ കണ്ടപ്പോൾ നമുക്കിങ്ങനെയാണ് റീഡ് ചെയ്യാൻ തോന്നിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഓരോ സിനിമയും ഓരോ പ്രേക്ഷകനും കാണുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ്. ഇതിനകത്ത് ഈ അമ്മ മകൻ സ്നേഹം കാണുമ്പോൾ ഏത് ലോകത്ത് പോയാലും എത്ര കറങ്ങിപ്പോയാലും എത്ര വർഷം കഴിഞ്ഞാലും അമ്മയും മോനും രക്തവും ഒരുമിച്ച് ചേരും എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു ഗ്ലോറിഫൈഡ് രീതിയിൽ ഈ സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ അമ്മയോടും അച്ഛനോടും ഒക്കെയുള്ള സ്നേഹം ഉള്ളിൽ കിടക്കുന്ന മക്കൾക്ക് ഞാൻ ഇതിനൊന്നും ഒരു കുറ്റമായിട്ടല്ല കേട്ടോ പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന അമ്മ കഥാപാത്രം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടോക്സിക് മദർഹുഡ് എന്ന് പറയാവുന്ന വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് ഒരാൾക്ക് കൊടുത്തിട്ടുള്ള, അങ്ങനെയുമല്ല, ചൈൽഡ്ഹുഡ് പിടിച്ച് പറിക്കപ്പെട്ട ഒരു ബാലനെയാണ് നമ്മൾ കാണുന്നത്. അതൊരിക്കലും ഗ്ലോറിഫൈഡ് ആയിട്ട് ആളുകൾ കൺസ്യൂം ചെയ്യരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. നാളെ ഇതേപോലെ പെരുമാറുന്ന ഏതെങ്കിലുമൊക്കെ അച്ഛനും അമ്മയും ഇതൊക്കെയാണ് മാതൃത്വം എന്ന് പറഞ്ഞ് ഒരു കുട്ടിയും കൺസ്യൂം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചിന്തിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി മാത്രമാണ് നമ്മളിങ്ങനൊരു വീഡിയോ എക്സ്പ്ലനേഷൻ ചെയ്തത്. ഇനിയും കുറേ കാര്യങ്ങൾ കുറേയും കൂടി ഇൻഡെപ്തിൽ സംസാരിക്കാനുണ്ടാവും. തീർച്ചയായിട്ടും ഇതിൻ്റെ OTT റിലീസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.